അപ്പോൾ കിച്ചണിലൊക്കെ വളരെ ഉപകാരപ്രദമായ സിലിക്കോൺ സ്പാച്ചുലയുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇങ്ങനെ ഇതേപോലെ വടിച്ചിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇപ്പോഴാണ് കേട്ടോ എനിക്കതിൽ കിച്ചണിൽ ഇതും കൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അരപ്പൊക്കെ നമ്മൾ കൈ കൊണ്ട് തൂത്തിട്ടിട്ടുണ്ടെങ്കിൽ അച്ചാർ ചീത്തയാവും. പിന്നെ സ്പൂണും കൊണ്ടൊക്കെ വടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് നല്ല ഉപകാരമാണ്. പിന്നെ ഇത് അപ്പത്തിന് കുഴച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി പാത്രത്തിൻ്റെ ആ മൂടിയിലൊക്കെ ആയതാണ്. അപ്പോൾ അത് ഇതേപോലെയൊക്കെ നന്നായിട്ട് വടിച്ചെടുക്കാൻ നല്ല ഉപകാരമാണ്. പിന്നെ ഇതേപോലെ മാവൊക്കെ എല്ലാ സ്ഥലത്തൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വടിച്ച് ക്ലീനാക്കാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ അരപ്പൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിൽ നിന്നൊക്കെ ഇതേപോലെ ക്ലീനാക്കി എടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ട് കിച്ചണിൽ നല്ല ഉപകാരം ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർ കടകളിൽ കാണുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചു കേട്ടോ. ഇത് നല്ല ഫ്ലെക്സിബിളാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ചെറുതും വലുതുണ്ട് കേട്ടോ. അപ്പോൾ വലുത് നമുക്ക് വലിയ പാത്രത്തിൽ നിന്നൊക്കെ കറിയൊക്കെ ബാക്കി വന്നത് തൂത്തിടാനും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനൊക്കെ ഈ സ്പാച്ചുല നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതെന്തിനാണെന്ന് അറിയാൻ പാടില്ലാത്തവർ ധൈര്യമായിട്ട് മേടിച്ചു. അപ്പോൾ നമുക്കിത് കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിട്ട് എടുത്ത് വെക്കണമെങ്കിൽ ഇതേപോലത്തെ സ്പാച്ചില വെച്ച് വടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് പോരും.